ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഡി എമ്മും ഡി എഫും ഹാർമോണിയസ് യൂണിയനിലായതിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ഹാർമോണിയസ് യൂണിയൻ അറ്റൈൻ ചെയ്തവരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. യൂണിയനിലായ ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടു. അപ്പോൾ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണേ. ഞാനിവിടെ ഹാർമോണിയസ് യൂണിയൻ്റെ കാര്യമാണ് പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു റീയൂണിയൻ്റെ കാര്യമല്ല. ഓക്കെ, അപ്പോൾ നോക്കാം. ആദ്യത്തെ ലക്ഷണം, യൂണിയനിൽ ആയിക്കഴിഞ്ഞാൽ ഡി എമ്മിനും ഡി എഫിനും പരസ്പരം എപ്പോഴും അടുത്തുണ്ടാകണം എന്ന തോന്നൽ ഉണ്ടാവുകയില്ല. അടുത്തില്ലെങ്കിലും ഡി എഫിന് ഡി എമ്മിൻ്റെ പ്രസൻസ് ഉണ്ടാകും, അതുപോലെ ഡി എമ്മിന് ഡി എഫിൻ്റെ പ്രസൻസും ഉണ്ടാകും. അതായത് ലൈഫിൽ ഇപ്പോൾ എന്ത് കാര്യം ചെയ്താലും ഒരു ഡി എഫിന് തൻ്റെ കൂടെ ഡി എം ഉണ്ടെന്ന് ഒരു തോന്നലുണ്ടാകും, അതുപോലെ തിരിച്ചു. അടുത്ത ലക്ഷണമാണ്, ഈ സമയത്ത് രണ്ടാൾക്കും ഒരേ എനർജി വൈബ്രേഷൻ ആയതുകൊണ്ട് തന്നെ ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ മുമ്പത്തേതിലും കൂടുതലായിരിക്കും. അതായത് മുമ്പ് എങ്ങനെയായിരുന്നു, ഡി എമ്മിൻ്റെ ഇമോഷൻസ് എല്ലാം ഡി എഫിന് കിട്ടുമ്പോഴും ഡി എഫിന് അത് അറിയാൻ പറ്റുമായിരുന്നു അത് തന്നെ ഡി എമ്മിൻ്റെ ഇമോഷൻ ആണെന്ന്. പക്ഷേ തിരിച്ച് ഡി എമ്മിന് അത് അറിയുകയുമില്ലായിരുന്നു. പക്ഷേ ആഫ്റ്റർ യൂണിയൻ അത് രണ്ടാൾക്കും ഒരുപോലെ അറിയാൻ പറ്റുന്നു. ഒരു സന്തോഷം ഉണ്ടായാലോ, വിഷമം ഉണ്ടായാലോ, ദേഷ്യം ഉണ്ടായാലോ, സെക്ഷൽ ഡിസയർ ഉണ്ടായാലോ, അത് ആ സ്പോട്ടിൽ തന്നെ രണ്ടാൾക്കും പരസ്പരം അറിയാൻ പറ്റുന്നു. അടുത്ത ലക്ഷണമാണ്, ഈ സമയത്ത് പഴയ പോലെ റണ്ണർ ചേസർ ഘട്ടം ഉണ്ടാകില്ല. അതായത് ഡി എം ഓടുന്നു, ഡി എഫ് ഫോളോ ചെയ്യുന്നു, ആ ഒരു കാര്യം ഉണ്ടാവില്ല. അതിന് കാരണം രണ്ടാളുടെ ഉള്ളിലെ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം ഹീലായതുകൊണ്ട് തന്നെ പരസ്പരം അവർക്ക് നെഗറ്റീവ് ഇമോഷൻസിനെ മിറർ ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണ്, ഈ മിററിങ് ഉണ്ടായത് കൊണ്ടല്ലായിരുന്നോ പണ്ട് ഡി എം ഓടിപ്പോയിക്കൊണ്ടിരുന്നത്, നെഗറ്റീവ് ഇമോഷൻസിൻ്റെ മിററിങ്. ഇപ്പോൾ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം ഹീലാകുന്നതോടുകൂടി നെഗറ്റീവ് ഇമോഷൻസിൻ്റെ മിററിങ് അവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഡി എമ്മിന് ഓടാൻ പറ്റില്ല. സോ അതോടൊപ്പം റണ്ണർ ചേസർ ഘട്ടവും അവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ അവർക്ക് മിറർ ചെയ്യാൻ പോസിറ്റീവ് വശങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. അടുത്ത ലക്ഷണമാണ്, ഈ സമയത്ത് രണ്ടാൾക്കും ഭയങ്കര ഇന്നർ പീസ് ആയിരിക്കും, ആന്തരിക സമാധാനം. ഓക്കെ, നേരത്തെ ആയിരുന്നെങ്കിലോ യൂണിയന് മുമ്പ് ഡി എം സെപ്പറേറ്റ് ആയി പോയാൽ ഡി എഫിന് സങ്കടവും വെപ്രാളവും ഒക്കെ അല്ലായിരുന്നോ? അതുപോലെ ഡി എഫ് സെൽഫ് ലവ് ചെയ്യുന്ന സമയത്ത് ഡി എമ്മിനും ഇതേ അവസ്ഥ അല്ലായിരുന്നോ? അതൊന്നും യൂണിയന് ശേഷം ഉണ്ടാകുന്നില്ല. എൻ്റെ ഡി എം എവിടെയാണ്, എന്ത് ചെയ്യുന്നു, അതുപോലെ എൻ്റെ ഡി എഫ് എവിടെയാണ്, എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഓർത്ത് അവർക്ക് ഉത്കണ്ഠ ഉണ്ടാകുന്നേ ഇല്ല. എവിടെയായിരുന്നാലും അവർ ഹാപ്പി ആയിരുന്നോട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ രണ്ടാൾക്കും കഴിയുന്നു. അടുത്ത ലക്ഷണമാണ്, ഈ സമയത്ത് ഡി എഫിന് ഡി എമ്മിൽ നിന്നും ചുറ്റുമുള്ളവരിൽ നിന്നും ട്രിഗേഴ്സ് ഉണ്ടാകുന്നില്ല. അതുപോലെ ഡി എമ്മിന് ഡി എഫിൽ നിന്നും ചുറ്റുമുള്ളവരിൽ നിന്നും ട്രിഗേഴ്സ് ഉണ്ടാകുന്നില്ല. സോ അതിലൂടെ ഉണ്ടാകുന്ന വിഷമങ്ങളും അവർക്ക് ഉണ്ടാകുന്നില്ല അല്ലേ. രണ്ടാളുടെയും ഹീലിംഗ് ഒക്കെ പൂർത്തിയായതിൻ്റെ ഒരു ലക്ഷണമാണിത്. ഓക്കെ, അടുത്ത ലക്ഷണമാണ്, ആഫ്റ്റർ യൂണിയൻ അവർക്ക് തമ്മിൽ അൺകണ്ടീഷണൽ ലവ് ആണ് ഉണ്ടാകുന്നത്. അതായത് ഡി എം ചിന്തിക്കും, അവർ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ അവരെ സ്നേഹിക്കും. അതുപോലെ ഡി എഫും ചിന്തിക്കും, അദ്ദേഹം എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തെ എന്നും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. സോ സ്നേഹം തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിൽ അവിടെ ഒരു സങ്കടം വരുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, പണ്ട് ബബിൾ ഫേസിൽ രണ്ടാളുടെയും സ്നേഹം കണ്ടീഷണലായിരുന്നല്ലേ. പിന്നെ ഡി എഫ് സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഡി എഫിന് ഡി എമ്മിനോടുള്ള സ്നേഹം അൺകണ്ടീഷണലായി മാറി. ആ സമയത്തും ഡി എമ്മിൻ്റെ സ്നേഹം കണ്ടീഷണലായിരുന്നു. ഡി എമ്മും സ്പിരിച്വലി ഗ്രോ ചെയ്തതിനനുസരിച്ച് അതും അൺകണ്ടീഷണലായി മാറി അല്ലേ. ആഫ്റ്റർ യൂണിയൻ രണ്ടാളുടെയും സ്നേഹം അൺകണ്ടീഷണലായി മാറുന്നു. ഓക്കെ, അടുത്ത ലക്ഷണമാണ്, ആഫ്റ്റർ യൂണിയൻ രണ്ടാൾക്കും പരസ്പരം ഭയങ്കര ട്രസ്റ്റ് ആയിരിക്കും, വിശ്വാസം. ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞാലോ ഇങ്ങോട്ട് തിരിഞ്ഞാലോ ഒരു സംശയരോഗമോ വരില്ല. എന്താണ് എന്നെ മൈൻഡ് ചെയ്യാത്തത്, എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്താ റിപ്ലൈ തരാത്തത്, ഇമാതിരി പരിഭവങ്ങളൊന്നും രണ്ടാൾക്കും വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ലക്ഷണമാണ്, ആഫ്റ്റർ യൂണിയൻ രണ്ടാൾക്കും പരസ്പരം പ്രൈവസി കൊടുത്തുകൊണ്ടും പരസ്പരം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടും ജീവിക്കാൻ കഴിയുന്നു എന്നത്.
അതായത് ഒരാൾ മറ്റൊരാളുടെ പ്രൈവസിയിൽ എത്തി നോക്കില്ല. അതായത് ഞാൻ അറിയാത്ത എന്ത് രഹസ്യമായിരിക്കും ഡി എമ്മിനുള്ളത് അല്ലെങ്കിൽ ഡി എഫിനുള്ളത് എന്ന് ചിന്തിച്ച് അവരുടെ എനർജി അവർ കളയില്ല. എന്നെപ്പോലെ അവരെ സ്നേഹിക്കാൻ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല. അവർ എത്ര പ്രൈവസി കാണിച്ചാലും ആരുടെ അടുത്ത് പോയാലും എന്നുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു വിശ്വാസം കാരണമാണ് അവർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു വിശ്വാസം രണ്ടാൾക്കുണ്ടാകും കേട്ടോ, അവരുടെ യൂണിയന് ശേഷം. പിന്നെ ഞാൻ എവിടെ വായിച്ചു, ഒരു ജിറാഫ് പറയുന്ന കാര്യമാണേ. നോക്കൂ, എനിക്ക് നീണ്ട കഴുത്താണുള്ളത്. ഞാനത് എൻ്റെ ആഹാരം ശേഖരിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് നീണ്ട കഴുത്തുണ്ടെന്ന് വെച്ച് ഞാൻ ആരുടെയും കാര്യങ്ങളിൽ തലയിടാൻ പോകാറില്ല അനാവശ്യമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആഫ്റ്റർ യൂണിയൻ ഡി എമ്മും ഡി എഫും ആ ജിറാഫിനെ പോലെ തന്നെയായി മാറും എന്നാണ്. ഓക്കെ, അടുത്ത ലക്ഷണം, രണ്ടാളുടെയും യൂണിയന് ശേഷം അവരുടെ മുന്നിൽ ഇതുവരെയും ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെയും വഴിമാറി വരുന്നു. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബത്തിലെ എതിർപ്പുകൾ, കാർമിക് സിറ്റുവേഷൻസ്, ഇതൊക്കെയും അത്ഭുതകരമായി മാറി തുടങ്ങുന്നു. ഒരു വെളിച്ചത്തിലേക്കുള്ള വഴി അവിടെ തുറന്നു വരുന്നതായിട്ട് രണ്ടാൾക്കും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അടുത്ത ലക്ഷണമാണ് യൂണിയന് ശേഷം രണ്ടാൾക്കും അവരുടെ സോൾ പർപ്പസ് അനുസരിച്ച് ഈ ലോകത്തിന് നന്മ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് അവർക്ക് അങ്ങനൊരു മനസ്സ് തോന്നിക്കുന്നു. അവരത് ഒരുമിച്ച് ചെയ്യുകയും ചെയ്യും ഒരേ മനസ്സോടെ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ്. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഹാർമോണിയസ് യൂണിയൻ 5D യൂണിയനിൽ എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നോക്കൂ ഡിയേഴ്സ്, ഹാർമോണിയസ് യൂണിയൻ 5D യൂണിയൻ അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് നമ്മൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒന്നാണ്. ഡി എഫ് വർക്ക് ചെയ്താൽ മാത്രം നടക്കുന്ന ഒരു കാര്യം. വർക്കിൽ മടി കാണിച്ചാൽ ജന്മങ്ങൾ നീണ്ടുപോകുന്ന ഒരു കാര്യവും കൂടിയാണ് ഹാർമോണിയസ് യൂണിയൻ. പക്ഷേ മാരേജ് 3D യൂണിയൻ അത് നമ്മുടെ കയ്യിലല്ല. അത് നമ്മുടെ ഇപ്പോഴത്തെയും മുൻജന്മത്തെയും കർമ്മ അനുസരിച്ചേ നടക്കുള്ളൂ. അത് ആ കർമ്മ പലർക്കും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മാരേജ് നടക്കണമെന്നും ഇല്ല. ചിലരുടെ നടക്കാം, ചിലരുടെ നടക്കില്ല. പക്ഷേ 5D യൂണിയൻ അത് തീർച്ചയായിട്ടും നടക്കും ഈ ജന്മത്തിൽ അല്ലെങ്കിൽ വരും ജന്മങ്ങളിൽ. അത് നമ്മുടെ സോൾ പ്യൂരിഫൈ ചെയ്യുന്നതനുസരിച്ച്, നമ്മുടെ സോൾ ഫുൾ ഹീലായി ഗ്രോ ചെയ്യുന്നതനുസരിച്ചാണ് ആ ഒരു യൂണിയൻ സംഭവിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.